ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഗോൾഡ്, യൂറോ യൂസ്ഡ്, നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഗോൾഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 ഹവറിലാണ് ചാർട്ട് എടുത്തിരിക്കുന്നത്. 4 ഹവറിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ പുതിയൊരു അപ് ട്രെൻഡിലേക്കുള്ളൊരു BOS ഇവിടെ കിട്ടിയിട്ടുണ്ട്. 4 ഹവറിൽ പുതിയൊരു ട്രെൻഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇതിന് ശേഷം ഞാൻ നേരെ 50 മിനിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ 50 മിനിറ്റ് നോക്കേണ്ടത് എന്താണ്, ഇത് ഏത് ട്രെൻഡ് അനുസരിച്ചാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത് അല്ലേ. ഇപ്പോൾ 50 മിനിറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിലും ബൈയിങ്ങിലേക്ക് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബൈയിങ്ങിലേക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബൈയിങ്ങിലേക്കുള്ള ലെവൽസ് നോക്കുകയാണെങ്കിൽ അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലോയിൽ ഇവിടെയാണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. തൊട്ട് താഴെ തന്നെ ഒരു ബൈയിങ് സോണും ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് വന്ന് ഈ ഒരു ട്രെൻഡിലെ ബൈയിങ്ങിലെ ട്രെൻഡിലെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ഈ ബൈയിങ്ങിലെ ഓർഡർ ബ്ലോക്കിലേക്ക് വന്നതിന് ശേഷമോ 1 മിനിറ്റിൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇതിന് ശേഷം ചാർട്ടിലൊന്ന് നോക്കി പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈയിലാണ് നിൽക്കുന്നത് അല്ലേ. ഓക്കെ അല്ലേ? മേജർ ട്രെൻഡിലെ ലിക്വിഡിറ്റിയിലേക്ക് പറഞ്ഞാൽ എന്താണ്, പ്രൈസ് ഏറ്റവും ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ ഒരു കൗണ്ടർ ട്രെൻഡ് എൻട്രിയാണ് ഇന്നത്തെ ദിവസം കിട്ടാൻ സാധ്യത കൂടുതൽ. ഇവിടെ ഞാനൊരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം 1 മിനിറ്റിൽ ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്താണ് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇതിന് ശേഷം മേജർ ട്രെൻഡിനനുസരിച്ച് ബൈ എൻട്രി നോക്കണമെങ്കിൽ എന്താണ്, ഈ ഒരു ലിക്വിഡിറ്റി ലോയിൽ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റിയിലേക്കോ അല്ലെങ്കിൽ ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ നോക്കാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് ഇവിടെ കിട്ടാൻ സാധ്യത എന്താണ്, ഒരു കൗണ്ടർ ട്രെൻഡ് എൻട്രിയാണ് കിട്ടാൻ സാധ്യത കൂടുതൽ കേട്ടോ. ഇതിന് ശേഷം എന്താണ്, മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്തില്ല. മേജർ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ്, ഇതിൻ്റെ ലോ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും, മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെയുള്ള ഈ ഒരു ബൈയിങ് സോണിലോട്ടോ അല്ലെങ്കിൽ ഇതിന് താഴെയുള്ള ഈ ഒരു ബൈയിങ് സോണിലോട്ട് വന്നാൽ നമുക്കെന്താണ് പിന്നീട് കൺഫർമേഷൻ നോക്കി ബൈ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് വന്നതിന് ശേഷം 1 മിനിറ്റിൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ബൈ എൻട്രി നോക്കുക കേട്ടോ. അപ്പോൾ ഗോൾഡിൽ ഇത്രയും സാധ്യതയാണ് വരുന്നത്. ഫസ്റ്റ് എന്താണ്, ഒരു കൗണ്ടർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ എന്താണ്, യൂറോ യൂസ്ഡിൻ്റെ കാര്യത്തിലേക്കും വരാം. യൂറോ യൂസ്ഡിൻ്റെ കാര്യത്തിൽ എന്താണ് നമ്മൾ ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രെൻഡിൽ എന്താണ്, ഇതാണ് ഒരു മദർ ക്യാൻഡിലായിട്ട് വരുന്നത്. ഇതിന് ശേഷം എന്താണ്, ഇതിനകത്ത് വേറെ ഈ ഒരു ട്രെൻഡിൽ വേറൊരു ലിക്വിഡിറ്റി ഇല്ലായിരുന്നു സെല്ല് നോക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു സെല്ല് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരുമ്പോഴാണ്. ഇതിനകത്ത് വന്നതിന് ശേഷം ഒരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ 50% ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടുന്ന് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് ഈ മേജർ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ഈ മേജർ ഹൈനെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, മേജർ ഹൈ എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈനെയാണ് മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് വന്ന് ഈ ഒരു ബൈയിങ് സോണിലേക്ക് വന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ് ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ട്രെൻഡിൽ പറയുവാണെങ്കിൽ ഇവിടുന്ന് സെല്ലിന് മാത്രമാണ് സാധ്യതകൾ കൂടുതൽ കേട്ടോ. യൂറോ യൂസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇവിടുന്ന് സെല്ലിനാണ് ഇപ്പോൾ സാധ്യതകൾ കൂടുതൽ. ഈ നിൽക്കുന്ന റേഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ 50%ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങളാണ് യൂറോ യൂസ്ഡിൻ്റെ കാര്യത്തിലേക്കും വരുന്നത്. നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഓക്കെ, ഞാൻ നിഫ്റ്റീൻ്റെ ചാർട്ടും കൊടുക്കുന്നുണ്ട്. നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ എന്താണ്, മാർക്കറ്റ് വന്നാൽ മേജർ ഹൈനെ എടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് തന്നെ ഒരു സെല്ലിംഗ് ആയിരുന്നു. ഓക്കെ അല്ലേ? 50 മിനിറ്റ് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ ദിവസം സെല്ലിലേക്കാണ് സാധ്യതകൾ കൂടുതൽ. അതിൻ്റെ 2 ലിക്വിഡിറ്റിയും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മാർക്കറ്റ് എന്താണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ലിക്വിഡിറ്റിയിലേക്കാണ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 1 മിനിറ്റിൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ സെൽ എൻട്രി എടുക്കാം. ഇനി ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് സെൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഹൈ വീണ്ടും ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ എൻട്രി നോക്കി പോകാനായിട്ട് പറ്റും. പിന്നെ 50 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബൈയിങ്ങിലേക്ക് ഒരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യാനായിട്ടില്ല, സെല്ലിങ്ങിലേക്കാണ് 2 ലിക്വിഡിറ്റി ഏരിയ കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിന് ശേഷം നമുക്ക് സെയിം ഡേയിലെ ട്രെൻഡ് അനുസരിച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെയിം ഡേയിലെ ട്രെൻഡ് അനുസരിച്ച് 5 മിനിറ്റിൽ ലിക്വിഡിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് നോക്കാം. ഇപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് ഈ 2 ലിക്വിഡിറ്റി മാത്രമാണ് മാർക്ക് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഇത്രയും തന്നെ വരുന്നുള്ളൂ. പിന്നെ മൺഡേ അല്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ട്രേഡിന് സാധ്യതകൾ കൂടുതൽ കിട്ടുള്ളൂ. ഫസ്റ്റ് ഇപ്പോൾ ഏറ്റവും സാധ്യത കൂടുതൽ നോക്കുകയാണെങ്കിൽ ഗോൾഡിലാണ് കാണുന്നത് കേട്ടോ. ഇവിടുന്ന് ഒരു കൗണ്ടർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് വളരെ കൂടുതലായിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ നോക്കാനായിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്ന ട്രേഡിങ്ങിലും ഫ്രണ്ട്സിൻ്റെ ഷെയർ എത്തിക്കാനും ശ്രമിക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് തന്നെ നിർത്താം.